ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ടാരിഫിൻ 100% ടാരിഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ഷന് മുകളിൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ഷന് മുകളിൽ 100% ടാരിഫ് എന്ന് പറയുന്ന ഡിസിഷൻ ഇന്ത്യൻ മാർക്കറ്റിനെയും ബാധിച്ചിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള കറക്ഷൻ. നിഫ്റ്റി 70000 താഴെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയിൽ നമുക്ക് സന്തോഷിക്കാനുള്ളൊരു അവസരം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓട്ടോ മേക്കർ നമ്മുടെ മാരുതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഏറ്റവും വലിയ കമ്പനിയായിട്ടില്ല, ഏറ്റവും വലിയ 8ാമത്തെ ലോകത്തിലെ ഓട്ടോമൊബൈൽ കമ്പനിയായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. 2004 മാരുതി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 130-120 രൂപക്കാണ് ലിസ്റ്റ് ചെയ്തത്. ഇന്നത് 16,271 എത്തിയിരിക്കുന്നു. ഏകദേശം 11,876% റിട്ടേൺ ആണ് 22 വർഷം കൊണ്ട് മാരുതി കൊടുത്തിരിക്കുന്നത്. 2004 നിന്നും 2014, 21 വർഷത്തിന്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 11,876%. അപ്പോൾ അതിലേക്കല്ല വരുന്നത്. ഇനിയിപ്പോൾ മാരുതിയുടെ മുന്നിൽ മറ്റു കമ്പനികൾ എന്ന് പറയുന്നത് ടെസ്ലയാണ്. ടെസ്ലയ്ക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $1,472 ബില്യൺ. ടൊയോട്ട $314 ബില്യൺ. അതുപോലെ തന്നെ BYD $133 മില്യൺ. ഫെരാരി $93 ബില്യൺ. BMW $61 ബില്യൺ. അതുപോലെ തന്നെ മെഴ്സിഡീസ് ബെൻസ് $60 ബില്യൺ. അതുപോലെ തന്നെ ഹോണ്ടയ്ക്ക് $59 ബില്യൺ. ഹോണ്ട ഒരു തരത്തിൽ പാരന്റ് കമ്പനി ആയിരിക്കുന്ന സുസുക്കിയേക്കാൾ മാരുതി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സോ $59 ബില്യൺ മൂല്യമുള്ള ഹോണ്ടയാണ് മാരുതിക്ക് തൊട്ടു മുന്നിലുള്ളത്. മാരുതി $58 ബില്യൺ വരുന്നു. മാരുതിക്ക് ശേഷം ജനറൽ മോട്ടോഴ്സ് $57 ബില്യൺ വാല്യൂഷനാണുള്ളത്. അതുപോലെ തന്നെ വോക്സ് വാഗണും ഏകദേശം $56 ബില്യൺ വാല്യൂഷനാണുള്ളത്. ഇന്ത്യയിൽ GST പരിഷ്കരണത്തിന് ശേഷം ആദ്യമായിട്ട് ലഭിച്ചിരിക്കുന്ന വലിയ ഓർഡറുകളാണ് ഈ ഒരു നേട്ടത്തിന് ഒരു തരത്തിൽ കാരണമായിരിക്കുന്നത്. അതുപോലെ തന്നെ 60% ഇപ്പോഴും ഇന്ത്യയിലെ പാസഞ്ചേഴ്സ് ലിസ്റ്റ് അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് കാറുകൾ വിൽക്കുന്നത് മാരുതി തന്നെയാണ്. ഡൊമസ്റ്റിക് കാർ സെയിൽസിലെ ലീഡറായിട്ട് തന്നെയാണ് മാരുതി തുടരുന്നത്. അതുപോലെ തന്നെ ഏകദേശം 2.5 വർഷത്തിന് ശേഷമാണ് ആദ്യത്തെ ഇലക്ട്രിക് SUV മോഡൽ അവർ കൊണ്ടുവന്നത് വിസ്റ്റാര. അതുപോലെ തന്നെ 2026, 27, 28 സാമ്പത്തിക വർഷത്തെ അടുത്ത 3 വർഷത്തെ മാരുതിയുടെ എക്സ്പെക്റ്റേഷൻ വളരെ സ്ട്രോങ് ആണ്. കാരണം 2026 മാരുതി എക്സ്പെക്ട് ചെയ്യുന്നത് 5% വോളിയം ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ സെയിൽസ് ഗ്രോത്ത് ആണ്. അതേസമയം ഓട്ടോ ഇൻഡസ്ട്രിയുടെ ആവറേജ് എന്ന് പറയുന്നത് 4% വോളിയം ഗ്രോത്ത് ആണ്. 2027 മാരുതി 12% ഗ്രോത്ത് സെയിൽസിൽ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോ ഇൻഡസ്ട്രി 9% ഗ്രോത്ത് മാത്രമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 2028 എക്സ്പെക്ടേഷൻ 9% മാരുതിയുടേത്. പക്ഷേ ഇൻഡസ്ട്രി എക്സ്പെക്ടേഷനും ഏകദേശം 9% അടുപ്പിച്ച് തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 30% വർധനമാണ് മാരുതി ഓഹരികളിൽ വന്നിരിക്കുന്നത്. 6 മാസം കൊണ്ട് 34% വർധനവ് മാരുതി ഓഹരികളിൽ വന്നിരിക്കുന്നു. കഴിഞ്ഞ 6 മാസം കൊണ്ട് നിഫ്റ്റി ഓട്ടോ 20% വർദ്ധിച്ചിരിക്കുന്നു. ഏതായാലും